നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് മസിലൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രോട്ടീൻ പൗഡറിൻ്റെ കൂടെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും മറ്റ് പലതരത്തിലുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള മാസ് ഗെയിനേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, വേ പ്രോട്ടീൻ പൗഡറിൽ വെറും പ്രോട്ടീൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മാസ് ഗെയിനറിലാവട്ടെ പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പോരാത്തതിന് വിലയും കുറവാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അധികം ആൾക്കാരും പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുന്നതിന് പകരം മാസ് ഗെയിനേഴ്സ് വാങ്ങിക്കും. നിങ്ങളും ഇതേപോലത്തെ ഒരു തീരുമാനം മുമ്പേ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം തെറ്റായിരുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് ഗിമിക്കാണ് മാസ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മാസ് ഗെയിനേഴ്സ് എന്താണെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ മാസ് ഗെയിനേഴ്സ് വാങ്ങാൻ പാടില്ലാത്തതെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എന്താണെന്ന് പറയാം. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് മെയിൻലി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് മെയിൻ പ്രോട്ടീൻ ഉണ്ട്, കെസീനും വേയും. പാല് കടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലിക്വിഡ് പ്രോട്ടീനാണ് വേ എന്ന് പറയുന്നത്. വേ പ്രോട്ടീൻ മനുഷ്യന്മാർക്ക് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പോരാത്തതിന് മറ്റ് പ്രോട്ടീൻ സോഴ്സസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട 9 അമിനോ ആസിഡ്സും കൃത്യമായിട്ടും വേ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുമുണ്ട്. വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഇതിൻ്റെ ബയോ അവൈലബിലിറ്റിയും മറ്റ് പ്രോട്ടീൻ സോഴ്സസിന് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. വേ പ്രോട്ടീനിൽ അതിൽ അടങ്ങിയിരിക്കുന്ന വേയുടെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് തന്നെ ഏറ്റവും കുറവ് വേ കോൺസെൻട്രേറ്റ്സ് ഉണ്ട്, അതിലും കൂടുതൽ വേ ഐസൊലേറ്റ്സ് ഉണ്ട്, പിന്നെ ഹൈഡ്രോലൈസ്ഡ് വേ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേ പ്രോട്ടീൻ അലർജി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. വേ പ്രോട്ടീനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും കാർഡ്സിലും കാണാവുന്നതാണ്. ഇനി അധിക വേ പ്രോട്ടീനും നമ്മൾ ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ 30 ഗ്രാം വേ പ്രോട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മിനിമം 25 ഗ്രാമെങ്കിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാവും. അതിൽ പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് ഉണ്ടാവും, ല്യൂസിൻ, ലൈസിൻ, ഗ്ലൂട്ടാമിൻ. നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ അമിനോ ആസിഡ്സും ആ ഒരൊറ്റ സ്കൂപ്പിൽ തന്നെ അടങ്ങിയിട്ടുണ്ടാവും. ഇതിൽ കൂടുതലും എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. അധിക വേ പ്രോട്ടീനിലും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറവായിരിക്കും. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചില വേ പ്രോട്ടീനിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ വാനില അങ്ങനത്തെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കണ്ടന്റ് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിൽ വളരെ കുറവ് തന്നെയാണ്. ഇനി നമുക്ക് മാസ് ഗെയിനേഴ്സിനെ കുറിച്ച് പറയാം. മാസ് ഗെയിനേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങളുടെ വെയിറ്റ് കൂട്ടാൻ സാധിക്കുന്നതാണ്. മസിൽ മാസ് മാത്രമല്ല, കംപ്ലീറ്റ് ബോഡി മാസ് കൂട്ടാൻ സാധിക്കും. അതിനുവേണ്ടി മാസ് ഗെയിനേഴ്സിൽ പ്രോട്ടീൻ്റെ കൂടെ തന്നെ ആവശ്യത്തിലും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ടാകും. ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പല തരത്തിലുണ്ട്. നമ്മുടെ ബോഡിക്ക് നല്ലത് സ്ലോ ഡൈജസ്റ്റഡ് ആവുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പക്ഷേ മാസ് ഗെയിനേഴ്സിലൊക്കെ അടങ്ങിയിരിക്കുന്നത് പെട്ടെന്ന് ഡൈജസ്റ്റഡ് ആവുന്ന ഫാസ്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് മാൽട്ടോഡെക്സ്ട്രിൻ എന്ന് പറയുന്നത്. മാൽട്ടോഡെക്സ്ട്രിൻ്റെ ഒക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 100ന് മുകളിലേക്കാണ്, 120, 130 അടുത്തുണ്ടാവും. ഇത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ ബോഡി മാസ് കൂടും, പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ മസിലിൻ്റെ മാസ് മാത്രമല്ല കൂടുന്നത്, നിങ്ങളുടെ ബോഡിയിലുള്ള ഫാറ്റിൻ്റെ കമ്പോസിഷൻ കൂടുന്നുണ്ട്. ഫാറ്റ് കൂടുന്നതും പലതരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളുടെയും ആദ്യത്തെ സ്റ്റെപ്പാണ്. മാസ് ഗെയിനേഴ്സ് വെയിറ്റ് കൂട്ടാൻ നല്ലതാണ്, പക്ഷേ അത് ഹെൽത്തി വഴിയല്ല, അൺഹെൽത്തി വേയിലാണ് നിങ്ങളുടെ വെയിറ്റ് കൂടുന്നത്. മാസ് ഗെയിനേഴ്സ് ഒക്കെ മാർക്കറ്റ് ചെയ്യുന്നത് ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അധികം ആൾക്കാരും വിചാരിക്കുന്നത് ഇതിൽ കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കുന്നതായിരിക്കും പ്രോട്ടീൻ പൗഡറിനേക്കാളും നല്ലതാണ്. പക്ഷെ അങ്ങനെയല്ല. മാസ് ഗെയിനേഴ്സ് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കൂട്ടാനാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ചേഞ്ചസ് വരുത്തിയാൽ മതിയാവും. നിങ്ങളുടെ ബോഡി ചിലവാക്കുന്നതിലും കൂടുതൽ കാലറീസ് നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റും കൂട്ടാൻ സാധിക്കും. മാസ് ഗെയിനേഴ്സ് വാങ്ങിക്കരുതെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അധികം മാസ് ഗെയിനേഴ്സിലും ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുണ്ടാവും. അതായത് ആവശ്യത്തിലും കൂടുതൽ ഷുഗർ ഉണ്ടാവും. ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ആഡഡ് ഷുഗറിൻ്റെ പരമാവധി ലിമിറ്റ് എന്ന് പറയുന്നത് 25 ഗ്രാമാണ്. നിങ്ങൾ മാസ് ഗെയിനേഴ്സ് ആണ് ഡെയിലി കഴിക്കുന്നതെങ്കിൽ 25 ഗ്രാമിലും കൂടുതൽ ആഡഡ് ഷുഗർ നിങ്ങളുടെ ബോഡിയിലേക്ക് എല്ലാ ദിവസവും എത്തുന്നുണ്ട്. ഇങ്ങനെ എക്സ്ട്രാ കിട്ടുന്ന എല്ലാ ഷുഗറും നിങ്ങളുടെ ബോഡിയിൽ എത്തിയാൽ മസിലായിട്ടല്ല മാറുന്നത്, ഫാറ്റായിട്ട് നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ അധികം മാസ് ഗെയിനേഴ്സിലും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുണ്ടാകും. മധുരം കൂട്ടാൻ, അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ, അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി. ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസിനും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി എല്ലാ തരത്തിലുള്ള മാസ് ഗെയിനേഴ്സും ഒരുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കൂട്ടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാസ് ഗെയിനേഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക, മാസ് ഗെയിനേഴ്സിൻ്റെ ലേബിൾ വായിച്ചു നോക്കുക. മാസ് ഗെയിനേഴ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഫസ്റ്റ് കാണുന്നത് കാർബോഹൈഡ്രേറ്റ്സോ മാൽട്ടോഡെക്സ്ട്രിൻ, ഷുഗർ, ഗ്ലൂക്കോസ്, സുക്രോസ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെയാണ്. ഇത്തരത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള തരത്തിലുള്ള മാസ് ഗെയിനേഴ്സ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് തന്നെ കഴിക്കുന്നതാണ്. കാലറീസ് കൂടുതൽ കിട്ടാൻ ഏറ്റവും നല്ലത് നിങ്ങളുടെ ഭക്ഷണത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഇനി മാസ് ഗെയിനേഴ്സിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും അധികം മാസ് ഗെയിനേഴ്സും മാർക്കറ്റ് ചെയ്യുന്നത്, അഡ്വർടൈസ് ചെയ്യുന്നത്. എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നവരൊക്കെയാണ് ഈ ട്രാപ്പിൽ ആദ്യം വീഴുന്നത്. അവർ കമ്പയർ ചെയ്യുന്നത് വേ പ്രോട്ടീൻ്റെ വിലയും
മാസ് ഗെയിനേഴ്സിൻ്റെ വിലയും നോക്കിയിട്ടായിരിക്കും. മാസ് ഗെയിനേഴ്സിനും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര പ്രോട്ടീൻ ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നിങ്ങൾ അതിൻ്റെ ലേബിൾ തന്നെ വായിച്ചു നോക്കണം. നിങ്ങൾ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്സ് വാങ്ങുകയാണെങ്കിൽ തന്നെ അതിൽ ഏറ്റവും ചുരുങ്ങിയത് 80 മുതൽ 90% പ്രോട്ടീൻ ആയിരിക്കും. 100 ഗ്രാം വേ പ്രോട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 80 to 90 ഗ്രാംസും വേ പ്രോട്ടീൻ തന്നെയായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. നേരെ മറിച്ച് നിങ്ങൾ മാസ് ഗെയിനേഴ്സ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. നിങ്ങൾ ലേബിൾ വായിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ 10 ചിലപ്പോൾ 20% മാത്രമേ പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ. ബാക്കി 80 മുതൽ 90% അതിലടങ്ങിയിരിക്കുന്നത് ഷുഗേഴ്സ് ആയിരിക്കും, കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ മാൽട്ടോഡെക്സ്ട്രിൻ എന്നൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓരോ പ്രാവശ്യം ഇത്തരത്തിലുള്ള മാസ് ഗെയിനേഴ്സ് കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ പെട്ടെന്ന് കൂടി വരികയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടി വരുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ ലെവലും ഇതേപോലെ കൂടി വരും. ഇങ്ങനെ പെട്ടെന്ന് കൂടുന്ന ഗ്ലൂക്കോസിൻ്റെ ലെവലും ഇൻസുലിൻ്റെ ലെവലാണ് പിന്നീട് ഓവർ വെയ്റ്റിലേക്കും ഒബീസിറ്റിയിലേക്കും ചെന്നെത്തിക്കുന്നത്. ആവശ്യത്തിലും കൂടുതൽ നിങ്ങളുടെ ബോഡിയിൽ എത്തുന്ന ഗ്ലൂക്കോസ് എല്ലാം ഫാറ്റായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ലിവറിൽ ഇത്തരത്തിലുള്ള ഫാറ്റ് സ്റ്റോർ ചെയ്യുമ്പോഴാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നത്. രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ആണ് പിന്നീട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് മാസ് ഗെയിനേഴ്സ് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കാം. അത് കോൺസെൻട്രേറ്റ്സ് ആണെങ്കിലും ഐസൊലേറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല. വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാസ് ഗെയിനേഴ്സിൻ്റെ അതേ ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വീട്ടിൽ തന്നെ ഈ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഫ്രൂട്ട്സിലും ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്, ഷുഗേഴ്സ് വരുന്നുണ്ട്. ഇത് പക്ഷേ നാച്ചുറൽ ഷുഗറാണ്. ഇതിൻ്റെ കൂടെ ഫൈബർ അടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സോ ധാന്യങ്ങളോ നട്ട്സോ സീഡ്സോ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ വേ പ്രോട്ടീനും ഇട്ടിട്ട് നിങ്ങൾക്ക് സ്മൂത്തീസ് ഉണ്ടാക്കാം. ഇത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കും. നിങ്ങൾക്ക് പ്രോട്ടീൻ മാത്രമല്ല കിട്ടുന്നത്, കാർബോഹൈഡ്രേറ്റ്സും കിട്ടുന്നുണ്ട്. മാസ് ഗെയിനേഴ്സ് വാങ്ങിക്കുന്ന അധികം ആൾക്കാരും അവരുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത്. കാരണം ഒരൊറ്റ സ്കൂപ്പ് മാസ് ഗെയിനറിൽ തന്നെ ഏകദേശം 800-ന്റെ അടുത്ത് കാലറീസ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2 സ്കൂപ്പൊക്കെ ഒരു ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡൽട്ടിന് ഒരു ദിവസം വേണ്ട 2200-ൽ 1600 കാലറീസ് വെറും മാസ് ഗെയിനറിലൂടെ തന്നെ മാത്രം കിട്ടി. പക്ഷേ മാസ് ഗെയിനേഴ്സ് ഡെയിലി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷേ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള മാസ് ഗെയിനേഴ്സ് എടുക്കുകയാണെങ്കിൽ ലോങ് ടേം നിങ്ങളുടെ ബോഡിയിൽ പലതരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള കോൺസിക്വൻസസ് അവോയ്ഡ് ചെയ്യാൻ മാസ് ഗെയിനേഴ്സ് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതേ സമയം നിങ്ങൾ 1-2 സ്കൂപ്പ് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മസിൽ മാസ് ആണ് കൂടുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ മസിൽസിന് എക്സസൈസിന് ശേഷം റിക്കവറി ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പുതിയ മസിൽ ഫൈബേഴ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഫാറ്റ് അല്ല കൂടുന്നത്, നിങ്ങളുടെ മസിൽ മാസ് ആണ് കൂടുന്നത്. നിങ്ങളുടെ ലീൻ മാസ് ആണ് കൂടുന്നത്. അത് കുറച്ചും കൂടി ഹെൽത്തിയാണ്. ഇനി എല്ലാ സിറ്റുവേഷൻസിലും മാസ് ഗെയിനേഴ്സ് തീരെ യൂസ്ഫുൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബെഡ് റിഡൻ പേഷ്യൻസിന് യൂസ്ഫുൾ ആണ്. വളരെ ലീൻ ആയിട്ടുള്ളവർക്ക് ഭക്ഷണത്തിലൂടെ ആവശ്യത്തിൽ കാലറീസ് കിട്ടുന്നില്ലെങ്കിൽ കൺവീനിയൻ്റ്ലി കാലറീസ് കൂട്ടാൻ പറ്റിയൊരു വഴിയാണ് മാസ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ലോങ് ടേം, അതായത് 3 മാസത്തിലും കൂടുതൽ മാസ് ഗെയിനേഴ്സ് എടുക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ബോഡി ടൈപ്പിൽ വ്യത്യാസം ഉണ്ടാവും. ചിലവർ എക്ടോമോർഫാണ്, ചിലവർ മീസോമോർഫാണ്, ചിലവർ എൻഡോമോർഫാണ്. എക്ടോമോർഫായിട്ടുള്ള അധികം ആൾക്കാർക്കും മാസ് ഗെയിനേഴ്സ് തുടങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. 1 or 2 months യൂസ് ചെയ്യാം. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ മാസ് ഗെയിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രമേഹം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് പ്രീ ഡയബറ്റിസ് അല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതിന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കണം. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കണം. HbA1c ലെവൽ നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് എത്ര കാലറീസ് ആണ് ആവശ്യമുള്ളതെന്നുള്ളത് റഫ്ലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ എത്ര കാലറീസ് മാക്സിമം കിട്ടാം, അതിന് പുറമെ എത്ര കാലറീസ് ആണ് മാസ് ഗെയിനേഴ്സിലൂടെ വേണ്ടത്, ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം മാസ് ഗെയിനേഴ്സ് കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അതല്ലാത്തവർക്ക് അധിക പേർക്കും വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് തന്നെയാണ് നല്ലത്. ഇനി വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതും ഈ ചാനലിലെല്ലാം മുമ്പത്തെ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ വീഡിയോസും കൂടി കാണാം. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും മാസ് ഗെയിനേഴ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിച്ചിട്ടുണ്ട്, ഓരോ ദിവസവും എത്ര ഗ്രാം മാസ് ഗെയിനേഴ്സ് കഴിച്ചിട്ടുണ്ട്, ഈ കാര്യമൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂട്ടാൻ സയൻറ്റിഫിക്കലി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.